Alhamdulillah, alhamdulillah, Rabbil Alameen. Wassalatu wassalamu ala ashrafil mursaleen wa ala alihi wa sahbihi ajma'in. ഇന്ന് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ അവസാനിപ്പിച്ച അതിന്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ പേജ്, ഇന്നല്ലദീന കഫറു, ഇവിടുന്നാണ് ഇന്നലെ പറഞ്ഞ് അവസാനിച്ചത്. കാഫിറുകളെ പറ്റിയാണ്, കുഫ്രിയത്തുള്ള മനസ്സുമായിട്ട് ജീവിക്കുന്ന ആളുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുസ്ലിങ്ങളിൽ ഉള്ളവരിലും കുഫർ ഉണ്ടാവും, പിന്നെ മുസ്ലിങ്ങളുടെ പുറത്തുള്ള, അപ്പൊ മുസ്ലിങ്ങളുടെ അകത്ത് എന്ന് പറയുമ്പോൾ അത് ടെക്നിക്കൽ വേർഡായിട്ട് യൂസ് ചെയ്യാണ്. കാരണം യഥാർത്ഥ റിയൽ മുസ്ലിമിന്റെ ഉള്ളിൽ കുഫർ ഉണ്ടാവില്ല. പക്ഷെ റിയൽ മുസ്ലിം അല്ലല്ലോ നമ്മളൊക്കെ എന്നാണ് ആ പ്രയോഗം ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ മനസ്സ് ഇനിയും ഒരുപാട് മാറാനുണ്ട്, നമ്മൾ ഒരുപാട് നന്നാവാനുണ്ട്, നമ്മൾ ഒരുപാട് ശരിയാവാനുണ്ട്. അങ്ങനെ കണ്ടിട്ട് ആ ഒരു കാഴ്ചപ്പാടോട് കൂടി മാത്രമേ ഈ ആയത്ത് വായിക്കാൻ പാടുള്ളൂ. ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ കാഫിറുകൾ എന്ന് പറഞ്ഞാൽ വേറെ ആരോ ആണ് എന്ന് നമ്മൾ വിചാരിക്കും. നമ്മളെ തിരുത്താനാണ്. ഖുർആൻ എപ്പോഴും ഓതുമ്പോൾ നമ്മൾ പലപ്പോഴും വേറെ കുറെ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താണ് നമ്മൾ ആലോചിക്കുക. അതല്ല, ഇന്നല്ലദീന കഫറു സവഉൻ അലൈഹിം എന്ന് പറയുന്നത് അത് നമ്മുടെ കൂടി കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചില കാര്യത്തിൽ പ്രകടമായി സത്യത്തെ നിഷേധിക്കാറില്ല. ചില ജീവിതത്തിന്റെ സമയത്തൊക്കെ, ചില നിർബന്ധിത സാഹചര്യങ്ങളിലൊക്കെ സത്യം അതാണ്, എന്നാലും ശരി, എന്നാലും എന്നൊരു വാക്കുണ്ട്, എന്നാലും അതൊക്കെയാണ് ദീന്. എന്നാലും പക്ഷെ ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ ചെയ്തില്ലേ ശരിയാവില്ലല്ലോ, അല്ല അതൊക്കെയാണ്, പക്ഷെ ഇപ്പൊ ഇതല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു വർത്താനുണ്ട്. അത് ഒരു കുഫ്രിയത്തിൽ നിന്നുള്ള വർത്താനങ്ങളാണ് ല്ലെ. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ടാണെങ്കിലും പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടോടെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുഫ്രിയത്തിന്റെ അംശങ്ങൾ. ചെറിയ ഷിർക്ക് ഉണ്ടല്ലോ. അപ്പൊ ചെറിയ ഷിർക്കിനെ പറ്റി ഉദാഹരണമായിട്ട് പറയാറുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ പോകണം, ശരിയല്ലേ? ഇപ്പൊ ഒരു അസുഖം വന്നു, നമ്മൾ ഡോക്ടറെ കാണിക്കണം. പക്ഷെ ഡോക്ടറെ കാണിച്ചിട്ട് ആ ഗുളിക കഴിക്കുമ്പോൾ, ആ ഒരു 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 ചെറിയ ടാബ്ലറ്റ് എന്തെങ്കിലും ഒന്ന് നമ്മൾ തിന്നുമ്പോൾ, ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഈ മരുന്ന് എന്റെ അസുഖത്തെ മാറ്റും, ഈ ഡോക്ടർ എന്റെ അസുഖത്തെ മാറ്റും എന്ന് ഒരാൾ മനസ്സിൽ വിചാരിച്ചാൽ അത് ചെറിയൊരു ശിർക്കാണ്. കാരണം ഈ മരുന്ന് കാരണം എന്റെ അസുഖം മാറ്റും എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ വ്യക്തികളിലോ അള്ളാന്റെ സൃഷ്ടികളിലോ വിശ്വാസം അർപ്പിക്കുന്നതാണ്. അവരെ വിശ്വസിക്കരുത്, പാടെ തള്ളിക്കളയണം, മരുന്ന് ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത്. അഥവാ ആ ഡോക്ടറെ കാണിക്കാതെ മാറി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുമല്ല പറഞ്ഞത്. നമ്മൾ മരുന്നും ചികിത്സ വേണം, പ്രാർത്ഥന വേണം, ട്രീറ്റ്മെന്റ് വേണം. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവോട് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് പോലെ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് ല്ലേ. അള്ളാഹ് തന്നെ ദീനി പഠിപ്പിച്ചതാണ്. നമ്മുടെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതിനുള്ള ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഏതുപോലെ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് നമ്മൾ തവക്കുൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പണ്ട് പറഞ്ഞതുപോലെ, അതുപോലെ എല്ലാ കാര്യവും വേണം. എന്നാൽ അള്ളാഹുവിൽ പൂർണ്ണമായ തവക്കുലോട് കൂടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇവരുടെ ഒരു രോഗത്തെ പറ്റി പറഞ്ഞാണ് ഇന്നലെ അവസാനിച്ചത്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സിലൊന്നും കിടക്കൂല, അവർ പറഞ്ഞാൽ കേൾക്കൂല, അവർ ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർക്ക് ചിന്തിക്കാനുള്ള ഇത്തരം കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. ഇതൊക്കെ ഇന്നലെ പറഞ്ഞു വെച്ച്, അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ മനസ്സിൽ ഒരു രോഗമുണ്ട്. എന്താണ് ആ രോഗം? എന്തൊക്കെയാണ് ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? ആ രോഗത്തിന്റെ ചികിത്സ എന്താണ്? ഇതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയത്തിൽ, കൽബിന്റെ ഉള്ളില്. കൽബ് എന്ന് പറഞ്ഞാല് എവിടെയാണ്? തലയുടെ ഉള്ളിലാണോ? അല്ല. നെഞ്ചിന്റെ ഉള്ളിലാണോ? അത് മനസ്സ്, നമ്മുടെ അടിമനസ്സ് എന്ന് പറയും. നമ്മുടെ ഉള്ളിന്റെ ഉരുക്കം എന്നൊക്കെ പറയാറില്ലേ? നമ്മുടെ ഉള്ളിലാണത്. അത് അതൊരിക്കലും ഡിഫൈൻ ചെയ്യാനോ വേറൊരാൾക്ക് നമ്മുടെ കൽബിലേക്ക് ഇറങ്ങി നോക്കാൻ കഴിയില്ല. എത്ര മനഃശാസ്ത്രം പഠിച്ച ആളുകളാണെങ്കിലും ഒരാളുടെ കൽബിന്റെ അകത്തെ വിഷമങ്ങൾ, ഒരാളുടെ അകത്തുള്ള നീറ്റലുകൾ എന്ന് തന്നെ പറയാം. ഒരുപാട് പ്രയാസങ്ങളുമായിട്ടാണ് പലരും ജീവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത ആരും ഭൂമിയിലില്ല. മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് കനപ്പെട്ട സങ്കടങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ് എല്ലാ മനുഷ്യന്മാരും. അങ്ങനെ ആ സങ്കടങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ ആ കൽബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ, ഹബ്ലിൽ വരീദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് ഒരിക്കല്. കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും അടുത്തവനാണ് അള്ളാഹ്. ഒരു മനുഷ്യന്റെ എല്ലാ വിഷമങ്ങളും
മറ്റാരെക്കാളും അറിയുന്നത് അള്ളാഹുവിനാണ്. ഒരു ബെഡിൽ കിടക്കുന്ന 2 ആളുകൾ തമ്മിലുള്ള അകൽച്ച പോലും അള്ളാഹുവിനില്ല. അള്ളാഹു അവരുടെ വിഷയങ്ങൾ പോലും പരസ്പരം ഷെയർ ചെയ്യാറില്ല. ഒരു മനുഷ്യനും ആ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും വേറൊരു മനുഷ്യനോട് പറയില്ല. എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളുടെയും ചില സങ്കടങ്ങളൊക്കെ അവര് ഒതുക്കി, ഒതുക്കി ഇങ്ങനെ ജീവിക്കല്. അപ്പം ഖൽബിന്റെ ഉള്ളില് അള്ളാഹു രോഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ രോഗം സ്വയം ഉണ്ടായതാണ്. അയാൾ ഉണ്ടാക്കി തീർത്തതാണ്. ആ രോഗത്തിന്റെ കാരണം എന്താച്ചാല്, ആ രോഗം അഹങ്കാരം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഈഗോ കടന്നുകൂടുമ്പോ, മനസ്സില് അഹങ്കാരം ഉണ്ടാകുമ്പോ, ഞാൻ വലിയ സംഭവാന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാ പോയി. അവിടെ ദീനൊക്കെ പോയി പിന്നെ. പിന്നെ അയാളന്നെ ഉള്ളൂ. ഞാനില്ലേല് ഈ ലോകത്തൊന്നും നടക്കൂലാന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഫീ ഖുലൂബിഹിം മറദ്, അതൊക്കെ രോഗം ഉണ്ടായോണ്ടാ. അല്ലാഹു മാത്രല്ല, ഈ രോഗം ഇങ്ങനെ കൂടാണ്. ക്യാൻസറൊക്കെ കൂടാന്ന് പറയില്ലേ? അല്ലേല് മറ്റേതെങ്കിലും അസുഖങ്ങൾ കൂടാണെന്ന് പറയില്ലേ? അതുപോലെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രോഗത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അയാളെന്നെ വർദ്ധിക്കുന്നത്. മാത്രമല്ല, ഈ രോഗത്തിന്റെ അനന്തരഫലം വലഹും അദാബുൻ അലീം, കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത്. ഈ കളവാക്കലുകൾ ഉണ്ടല്ലോ, ഈ സത്യത്തെ അറിഞ്ഞിട്ടും അവര് ഈ നിഷേധം അവര് തുടരുകയാണെങ്കില്, അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും ദീനിനുള്ള സ്ഥാനം ഈയൊരു പുറത്തുള്ള കുറെ പുറം പ്രകടനങ്ങളിൽ മാത്രം ഒതുക്കി തീർത്ത് ജീവിതത്തിന്റെ എല്ലാ സ്ഥലത്തും ദീൻ എത്തിക്കാൻ അയാൾക്ക് പറ്റണില്ലെങ്കില്, അല്ലെങ്കിൽ അവര് കളവാക്കലുകൾ തുടരുകയാണെങ്കില്, അവരുടെ പ്രകടമായ നേരത്തെ ഫസ്റ്റ് പേജില് പിന്നെ മുത്തക്കികളുടെ ഗുണങ്ങൾ താഴെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ കാഫിറുകളുടെ ഇത്തരം മാനസിക രോഗമുള്ള ശാരീരിക രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. മാനസിക രോഗങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഈ രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. പക്ഷെ ഈ രോഗികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതാ ഖീല ലഹും, അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ പറയാണ്, ലാ തുഫ്സിദു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ലേ. നിങ്ങളുടെ ഈ വർത്താനങ്ങളും നിങ്ങളുടെ ഈ ഇടപഴക്കങ്ങളും നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഭൂമിയിൽ ഒരുപാട് ഫസാദ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് അതിക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് അവരോട് പറഞ്ഞാൽ, ഖാലു, അവര് പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണ്, ഞങ്ങൾ നന്നാക്കാൻ നടക്കുന്നവരാണ്, ഞങ്ങൾ സുൽഹുണ്ടാക്കുന്നവരാണ്, ഞങ്ങൾ നല്ലത് ചെയ്യുന്നവരാണ് എന്നാണ് അവര് പറയാ. എല്ലാവരും അത് തന്നെ പറയാ. എല്ലാവരും പറയാ ഞങ്ങൾ നല്ലത് ചെയ്യുന്നതാണ്. പക്ഷെ ആ നല്ലത് എന്നുള്ളത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ ആ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോട് നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ വരെ അവര് പറയാ ഞങ്ങൾ നല്ലത് ചെയ്യുന്നവരാണ്. ഇത് വ്യക്തികളെയോ സംഘടനയോ ഒക്കെ ഉപമിക്കാം. അങ്ങനെ ഈ ഒരു കുഫ്രിയത്തിന്റെ മനസ്സുമായിട്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് ഫീൽ ചെയ്യാ അവര് സൽക്കർമ്മികളാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവര് തന്നെയാണ് അക്രമകാരികൾ. അവര് തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നവര്. വലാക്കിൻ, അവരത് തിരിച്ചറിയണില്ല. അവർക്കത് മനസ്സിലാവണില്ല. ഇദാ ഖീല ലഹും, ഇനി അവരോട് പറയാണ്, ആമിനു കമാ ആമനന്നാസ്, ഈ ജനങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്ക്. വിശ്വാസത്തിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് നിങ്ങൾ വാ. ഖാലൂ, അവര് പറയും, അനുഅ്മിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികള് വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കണം എന്നാ നിങ്ങൾ പറയുന്നത്? ഈ വിഡ്ഢികളെ പോലെ ഞങ്ങളാകണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ വലാകിൻ ലാ, യഥാർത്ഥത്തിൽ ഇവര് തന്നെ വിഡ്ഢികള്. അതായത് അവര് മറ്റുള്ളവരെയൊക്കെ വിഡ്ഢികളാക്കി, അള്ളാനെയും ദീനിനെയും ഒക്കെ വിഡ്ഢികളാക്കി, അള്ളാനെ വിഡ്ഢിയാക്കാന്നാണ് ഇവര് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദീനിനെയും ഒക്കെ ഇവര് ഇവരുടേതായ രീതിയിൽ മാറ്റി എഴുതി, അവർക്ക് അവരുടെ തോന്നിയതുപോലെ സംസാരിച്ച് നടന്ന്, അവർക്ക് തോന്നിയ പോലെ ദീനിനെ ആവശ്യമുള്ളിടത്തൊക്കെ ദീൻ ഉപയോഗിക്കും. ആവശ്യമുള്ളിടത്ത് ദീൻ ഉപയോഗിക്കും. വളരെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ദീൻ ഉണ്ടാവൂല. അങ്ങനെ ജീവിതത്തിന്റെ മേഖല ദീനും ദുനിയാവും രണ്ടാക്കുക എന്ന് പറയല്ലോ. ദീനും ദുനിയാവും രണ്ടാക്കുക. അല്ല, ദുനിയാവിലാണ് ദീന്. ദുനിയാവിലെ ദീനായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ ദുനിയാവിനെ പകുത്ത് രണ്ടാക്കിയിട്ട് ദുനിയവിയായ കാര്യങ്ങളിലൊന്നും ദീൻ ഇടപെടണ്ട. ദീൻ എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അവിടെ നിർത്തുക. അല്ലാത്ത എന്റെ വ്യക്തി ജീവിതത്തിന്റെ നിമിഷങ്ങളിലേക്ക് ദീന് വേണ്ട എന്നൊരു കാഴ്ചപ്പാട് വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇവിടെ കുഫ്രിയത്ത് ജനിക്കുന്നത് അവിടെയാണ്. ഇത് മുസ്ലിങ്ങൾക്കിടയിലുള്ള കാര്യമാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തെ പറ്റി, ഒരു മതവിഭാഗത്തെ പറ്റി, ഒരു സാമുദായിക സംഘടനയെ പറ്റി ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്കിടയിലെ വ്യക്തികൾ, ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തികൾക്കിടയിൽ ഉണ്ടാവുന്ന വിഷയങ്ങളാണ് പറയുന്നത്. വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, അല്ലെ? ഇനിയിപ്പോ അവര് അഥവാ മുഅ്മിനീങ്ങളുടെ ഒരു ഗ്യാങ്ങിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാല്,
വിശ്വാസികൾ അവർ കണ്ടുമുട്ടിയാല് അവര് പറയും ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ വല്ലാത്ത വിശ്വാസമായിട്ട് ജീവിക്കുന്നവരാണ് അല്ലെ. തൊള്ള തുറന്നാ എന്തൊരു ചില ആളുകളോടൊക്കെ സംസാരിക്കും, അല്ലാ മാഷാ അല്ലാ ഇൻഷാ അല്ലാ യാ അല്ലാ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ സുബ്ഹാന ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. കർമ്മം ഒന്നിനും പറ്റാത്ത കർമ്മങ്ങൾ. കർമ്മം കൊണ്ടാണ് നമ്മൾ സ്വർഗവും നരകവും അള്ളാഹ് തീരുമാനിക്കുന്നത്. ദിക്റുകളില്ലാത്ത ദിക്റുകളോണ്ട് വാക്കോണ്ട് സംസാരിച്ചാ തോന്നും, ഓ ഇതിനേക്കാൾ വലിയ ദീന് ആരുമില്ല. അവരോട് ചാറ്റ് ചെയ്യേ സംസാരിക്കുകയൊക്കെ ചെയ്താൽ, ഓ ഇവരാണെന്ന് തോന്നുന്നു ലോകത്തെ എല്ലാ ദീനിന്റെയും ആൾക്കാർ ഇവരാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ പാവങ്ങൾ എന്ന് തോന്നിപ്പോകും. പക്ഷേ അവര് യഥാർത്ഥത്തിൽ അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ ഇന്നലെ പറഞ്ഞതുപോലെ നാറും. നാറും. അത്രയ്ക്ക് വൃത്തികെട്ട ജീവിതം നയിക്കുകയും പുറമെ സംസാരം വലിയ സംസാരമായിട്ട് ഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന എന്നാൽ ഇദാ ഖലൗ ഇലാ ശയാത്തീനി ഈ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ചെറുത്താന്റെ കൂടെ എന്ന് പറഞ്ഞാല് അവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ. അവരുടെ ഒരു ചീത്ത സ്വഭാവത്തിന്റെ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ അവര് പറയും മറ്റുള്ളവരുടെ കൂടെയാണ്. അപ്പോ ഇത് നിറം മാറുന്ന ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ഇവിടെ അള്ളാഹു വരച്ചു കാണിക്കുന്നത്. ഓന്തിനെ പോലെ നിറം മാറുക പറഞ്ഞാ സിറ്റുവേഷൻ നോക്കിയിട്ട് നന്നാവുക. സിറ്റുവേഷൻ നോക്കിയിട്ട് ചിലര് ഫോർ എക്സാമ്പിൾ ഒരു ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു കാര്യം പറയാം. വീട്ടിലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായി. ഒരു ഉദാഹരണം പറയാണ്. ആരെ വീട്ടിലാണ്? ഏറ്റവും നല്ല ദീനിയായ അവിടുത്തെ എല്ലാ ദീനീ സംരംഭങ്ങളും നോക്കി നടത്തുന്ന അവിടുത്തെ പള്ളി പ്രസിഡന്റും എല്ലാം കൊണ്ടുള്ള ഒരാളുടെ വീട്ടിൽ വെച്ചാണ്. അങ്ങനെയാണ് ഇയാൾ അവിടെ നിസ്കാരത്തിൽ മുമ്പിലുണ്ടാവും. മുസല്ല വിരിക്കാനും എല്ലാത്തിനും എല്ലാ കാര്യവും മുമ്പിലുണ്ടാവും. എന്നാൽ ഇതേ ആള് ഇതേ ഫംഗ്ഷനിൽ പങ്കെടുത്ത ആള് ഇതൊന്നും അല്ലാത്ത ഒരു ഫംഗ്ഷനില് വേറൊരു നാട്ടില് ഈ കൾച്ചർ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഓനന്ന് നിസ്കാരമില്ല, നോമ്പില്ല, ഒരു കാര്യമില്ല. അങ്ങനെ എത്രയോ പേരുണ്ട്. നാട്ടിലൊക്കെ വലിയ ദീനായിരിക്കും. നാട് വിട്ടാൽ ഇപ്പൊ ഈ പ്രവാസികളായ ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ചിലരൊക്കെ നാട്ടില് വലിയ ദീനും കാര്യങ്ങളുമായിട്ട് നടന്നവര് വിദേശത്തെത്തിയോടുകൂടെ പിന്നെ പിന്നെ തോന്നാണ് തനിക്ക് താൻ പോന്ന്. എനിക്ക് ഞാൻ മതി എന്നുള്ളൊരു ഒരു വിചാരം വന്നാ പിന്നെ കഴിഞ്ഞു. അങ്ങനെ അവരുടെ ചെകുത്താന്റെ ഒരു ചാൻസ് ചെകുത്താനിലേക്കും ഹറാമിലേക്കും പോകാൻ ഒരു ചാൻസ് കിട്ടാൻ കാത്ത്ക്കാണ്. അങ്ങനെ കിട്ടിയാൽ അങ്ങോട്ട് പോണ ആൾക്കാര്. അവരെ പറ്റിയാ പറയണത്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഈ പോക്കിന് അള്ളാഹു ഒരു അന്ത്യം കാണും. ഈ പോക്കിനെ പറ്റി അള്ളാഹ് അടുത്ത ആയത്ത് പറയണത് ഉലൈക്കല്ലദീന ഇസ്തറൗ ളലാലത ബിൽ ഹുദ. ഈ ളലാലത്ത് കൊടുത്തിട്ട് ഹുദ ഒഴിവാക്കുക. അതായത് ഇവരുടെ ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനൂ മുഹ്തദീൻ. അവരുടെ കച്ചവടം ലാഭമല്ലാന്ന്. അവരുടെ കച്ചവടം ളലാലത്ത് അങ്ങോട്ട് കൊടുക്കും. അതായത് ആരെങ്കിലും നല്ലത് കൊടുത്ത് ചീത്ത വാങ്ങും. ഒരു നല്ലൊരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് ചീത്ത ഒരു സാധനം ഇങ്ങട് വാങ്ങണത് പോലെയാണ് നല്ലൊരു ആദർശവും ഒരു ഇസ്ലാമിക സംസ്കാരവും ഒരു ദീനും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഒരു വിശുദ്ധമായി ഈ ലോകത്തും പരലോകത്തും നമുക്ക് ജയിക്കാനുള്ള എല്ലാ സംവിധാനവും ഈജിപ്ഷ്യൻ ചിന്തകനായ ഡോക്ടർ മിസ്തഫ സിബായി അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ ഈ ഒരു പിന്നെ ഒരു വേദം കയ്യിലുണ്ടായിട്ട് ഈ ലോകത്തും പരലോകത്തും ജയിക്കാൻ ഉതകുന്ന സത്യവേദം വേറൊരു മതവിഭാഗത്തിന്റെ കയ്യിൽ ഇതില്ല. പൂർണ്ണമായ രീതിയിൽ നമ്മുടെ കയ്യിലുണ്ടായിട്ട് അത് ഉപയോഗിക്കാനാവാത്ത ഏറ്റവും ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സമുദായമാണ് ഇന്നത്തെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമ്മുടെ കയ്യിൽ ഇതുണ്ട്. ഇതുണ്ടായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിനെ ഇത് സ്വാധീനിക്കാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞ പോലെ ഭാരം ചുമക്കുന്ന കഴുതകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതിന് സ്വാധീനം ഉണ്ടാവണം. ഇത് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. ഇത്തരത്തിലുള്ള കുഫരിയത്തിന്റെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള ഒരു മനസ്സിലേക്ക് അള്ളാഹു ഞങ്ങളെ ആരെയും നീ ആക്കല്ലേ അള്ളാഹുവെ ദീന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിന് എന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യണേ അള്ളാഹു വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തരണേ അള്ളാഹുവെ തെറ്റുകൾ എല്ലാ അർത്ഥത്തിലുള്ള പാപങ്ങൾ അള്ളാഹുവെ പുറത്തു തരണേ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരണേ അള്ളാഹുവെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ മഹാമാരിയിൽ പ്രയാസപ്പെടുന്നവർ, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവർ, ഇത് കാരണം ഇതിന്റെ സൈഡ് എഫക്ട് ജോലിയില്ലാതായവർ, നാട്ടിലേക്ക് വരേണ്ടി വന്നവർ, പട്ടിണിയായവർ, അപമാനിതരായവർ ഒരുപാടുണ്ട്. ഒരുപാട് ദുരന്ത കഥകൾ ഒരുപാട് പേർക്കുണ്ട്. ആരും ആരോടും പറയാതെ എല്ലാം സഹിക്കാതെ എല്ലാവർക്കും ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് പേര് അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു ഈ പ്രയാസങ്ങളൊക്കെ തരുമ്പോഴും അള്ളാഹുവിന് ജീവൻ തന്നു, ജീവിതം തന്നു.
ഈ ഭക്ഷണം തരുന്നു. പട്ടിണി കിടക്കുന്ന ആരുമില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഇത് കേൾക്കുന്നവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്. പട്ടിണിയില്ല. അള്ളാഹുവേ, അള്ളാഹുവേ നിന്റെ റഹ്മത്തും ബർക്കത്തും നീ നിലനിർത്തി തരണേ അല്ലാ. അള്ളാഹുവേ, ജീവിതത്തിൽ വരുന്ന കൊച്ചു കൊച്ചു പ്രയാസങ്ങളൊക്കെ അതിങ്ങനെ പരാതി പറയാന്നുള്ളതിലപ്പുറം അള്ളാഹുവേ, ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും അതൊക്കെ സഹിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ജീ കുടുംബ ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ അല്ലാ. അള്ളാഹുവെ, തഖ്വയോടെ രാത്രിയും പകലും ഒരേപോലെ സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.